രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില പിന്നെയും കൂട്ടി. ഒരു മര്യാദയില്ലാത്ത കൂട്ടലാണ്. 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 3131 രൂപയാണ് 19 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ കൊച്ചിയിലെ വില. ബൽറാം നെടുങ്ങാടി, വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാമിലേക്ക് ആദ്യം പോകുന്നു. ബൽറാം, ഇതൊരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസമായി കൂടിയ പാചകവാതക വില, ഗാർഹികമോ ഈ പറഞ്ഞ വാണിജ്യമോ ആയിക്കോട്ടെ, അടുത്ത കാലത്ത് ഉണ്ടാവാത്ത സമാനതകളില്ലാത്ത ഏതാണ്ട് 1000 രൂപയോടും കൂടിയ വിലവർദ്ധനമാണ്. പിന്നെയും കൂടുന്നത് 46-50 രൂപ വെച്ചുമാണ്. കഷ്ടമാണേ. ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, അമൃത. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെ വില അത് കഴിഞ്ഞ 6 മാസത്തിനിടെ 1000 രൂപയിലേറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ ജനുവരി മാസത്തിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 1691 രൂപ 50 പൈസയായിരുന്നു വില. ആ വിലയാണ് ഇപ്പോൾ 3113 രൂപ 50 പൈസയായി ഉയർന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 49 രൂപയും ഒപ്പം തന്നെ മാർച്ചിൽ വീണ്ടും 115 രൂപയും ഏപ്രിലിൽ 993 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചിരുന്നു. പിന്നീടാണ് ഇപ്പോൾ സിലിണ്ടറിന് 42 രൂപ വർദ്ധിപ്പിച്ച് ഒരു സിലിണ്ടറിന് 3113 രൂപ 50 പൈസയിലേക്ക് എത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ സമാനമായി 53 രൂപ 50 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ കൊൽക്കത്തയിൽ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 3255 രൂപ 50 പൈസയാകും. കൂടാതെ ഈ 5 കിലോ സിലിണ്ടറിന്റെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. അത് ഒരു സിലിണ്ടറിന് 11 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ തന്നെ ഈ പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരും. ഇതിനെല്ലാം അടിസ്ഥാന പ്രശ്നമായി ഈ സംഘർഷം തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ നീക്കത്തിലുണ്ടാകുന്ന കൂടുതൽ ചെലവുകൾ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വില വർദ്ധിച്ചതുമായാണ് ഈ വില വർധനവിന്റെ കാരണമായി എടുത്തു പറയുന്നത്. അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യത ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ തന്നെ ഈ ഹോട്ടലിൽ നിന്നും പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വില വർധനവ് ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിലും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ വാണിജ്യ സിലിണ്ടറിൻ്റേത് അടക്കമുള്ള വില വർധനവിനെ തുടർന്ന് അത് ഇനിയും വർദ്ധിച്ചേക്കുമെന്ന സൂചനകളാണ് ഈ പുതിയ വില വർധനവിലൂടെ ലഭിക്കുന്നത്. ഹഷ്മി, അമൃത. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെ അവസ്ഥ നമുക്കറിയാം. ഒരു ഘട്ടത്തിൽ പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോഴിതാ വീണ്ടും വില കൂടുകയാണ്. കൂടുതൽ പ്രശ്നമാവുകയാണോ വിഷ്ണു? അമൃത, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ വിലവർധന ഉണ്ടായ ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാറ്ററിംഗ് അസോസിയേഷനും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ഒക്കെ പോയിരുന്നു. അവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു ദിവസം കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും വിലക്കുറവ് ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. 46 രൂപയാണ് വർദ്ധിച്ചത്. നേരത്തെ 3085 രൂപയായിരുന്നു കൊച്ചിയിലെ വാണിജ്യ സിലിണ്ടറുകളുടെ വില. ഇപ്പോൾ അത് ഏകദേശം 3131 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ 1000 രൂപയുടെ വിലവർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കാറ്ററിംഗ് മേഖലയൊക്കെ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാറ്ററിംഗ് സെന്ററിലാണ്. അവിടെ ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ ബാക്കി പാചക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഓർഡർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ചേട്ടാ, വിലവർധന ഉണ്ടോ? വിലവർധനമാണല്ലോ. വലിയ വർധനമാണല്ലേ? അതെ അതെ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ഇപ്പോൾ ഈ പൊതുവെ നമുക്ക് ഓർഡർ ഉണ്ട്, പക്ഷേ നമുക്ക് അതനുസരിച്ച് ഗ്യാസ് ഇല്ലാത്ത കാരണം കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഉള്ളതാണെങ്കിൽ വില ഏതോ ഉള്ളതാണെങ്കിൽ വില കൂട്ടും. ഇനിയിപ്പോൾ നമുക്ക് വില കൂട്ടാൻ പറ്റില്ലല്ലോ. ഒരു പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കൂട്ടാൻ പറ്റില്ല. ഗ്യാസിന്റെ വിലയാണെങ്കിൽ ഗ്യാസിൻ്റെ കൂടിക്കൊണ്ടേയിരിക്കും. ഓർഡർ കാര്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ കുറവാണ്? ഇപ്പം കുറച്ച് ഇതാണ്, സീസൺ കുറവില്ലല്ലോ. ഈ ഓർഡറിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഗ്യാസിന്റെ? ഗ്യാസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെയാണ്. ഈ ഹോട്ടൽ മേഖലയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്നും കിട്ടാനില്ല. കിട്ടുന്നതാണെങ്കിൽ വലിയ വിലയും. അപ്പോൾ ഓരോ ദിവസവും വില കൂടുകയാണ്. ഒരു തവണ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവർക്ക് വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും അവർക്കുണ്ട്. ഇതിനാകെയുള്ളൊരു പ്രതിവിധി കേന്ദ്ര സർക്കാർ ഇടപെടുക, വില കുറക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ സമീപകാലത്തൊന്നും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. കൂട്ടുകയല്ലാതെ കുറക്കുന്ന നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണക്കാരുടെ ജനജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹാഷ്മി, അമൃത. ഓക്കെ, ബൽറാം നെടുങ്ങാടി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നേരത്തെ വിഷ്ണു പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അത് കുറയ്ക്കുന്ന ഒരു പ്രതീക്ഷയുമുണ്ട് കേട്ടോ. കാര്യം ഇപ്പോൾ വീണ്ടും ക്രൂഡ് ഓയിൽ വില ഇടയ്ക്കെന്ന് പറഞ്ഞായിരുന്നു, പിന്നെയും കുത്തനെ കൂടുകയാണ്.
കുറയുമ്പോൾ പോലും കുറയ്ക്കാത്തവരാണ്. അപ്പോൾ പിന്നെ കൂട്ടുമ്പോൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കണോ? ഗാർഹിക സിലിണ്ടറിന് വില കൂടുന്നതിനർത്ഥം പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വില കുത്തനെ കൂടാൻ പോകുന്നു എന്നതുകൂടിയാണ്. ഹോട്ടൽ ഭക്ഷണങ്ങൾ അഫോർഡബിൾ അല്ലാതാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഗാർഹിക സിലിണ്ടറിന് കൂട്ടിയില്ലല്ലോ എന്ന് കരുതി സന്തോഷിക്കേണ്ട, വഴിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.